പെൺകുട്ടികളെ കാണാതായ വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിൽ എന്ന വിവരം ലഭിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇന്ന് രാവിലെ 11 മണിയോടെ പനവേലിലെത്തിയവർ അവിടെ നിന്ന് ട്രെയിൻ മാർഗം മുംബൈയിലെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എടവണ്ണ സ്വദേശിയായ യുവാവും പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിലേക്ക് പോയതായും പോലീസ് പറയുന്നു. അന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ചില നിർണായക വിവരങ്ങളും ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പെൺകുട്ടികൾ മുംബൈയിലെത്തി അവരുടെ മുടി മുറിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാനാണോ മുടി മുറിച്ചത്? എന്താണ് പോലീസിൽ നിന്നും ചില സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോഴും ചില നിർണായക വിവരങ്ങൾ അവർ മറച്ചു വെക്കുന്നുമുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി. നമുക്ക് പുറത്തറിയാൻ കഴിയുന്ന ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ്? രേണുക, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും താനൂർ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ മുംബൈയിൽ ഈ പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നത്. അവർ മുടി മുറിക്കുന്ന ദൃശ്യങ്ങൾ, അതിനു മുമ്പ് തിരൂരിൽ നിന്ന് പുറപ്പെടുന്നതിനുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ മുംബൈയിലെ ഒരു സലൂണിൽ ഇവരെത്തി മുടി മുറിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്യുന്നത്. കൂടാതെ തിരൂരിൽ നിന്ന് ഇവർ മുംബൈയിലേക്ക്, മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെട്ടത് ഈ ഒരു എടവണ്ണ സ്വദേശിക്കൊപ്പമാണ് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും തന്നെ അവർ 3 പേരും തന്നെ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് യാത്ര തിരിച്ചെന്നുള്ളൊരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. അല്പസമയത്തിന് മുമ്പ് നമ്മൾ സിഇയുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞത് അവിടെ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിനുവേണ്ടിയുള്ള പരിശോധന നടക്കുന്നുണ്ട്. മുംബൈയിലേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനം ഉടൻ തന്നെ എടുക്കുമെന്ന് കൂടി താനൂർ സിഐ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ അവർ മുംബൈയിലുണ്ട്. അതൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം അവർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അവരല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വിനോദസഞ്ചാരത്തിനായിട്ട് പോയതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കുട്ടികൾ മുംബൈയിലേക്ക് തിരിച്ചടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിക്കുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്തത്. പെൺകുട്ടികളുടെ ഫോൺ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് പിന്നീട് ഓൺ ആകുന്നത്. വിഷയത്തിൽ ആദ്യം കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയെങ്കിൽ പിന്നീടാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതും മുംബൈയിൽ ഈ പെൺകുട്ടികൾ എത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ CCTV ദൃശ്യങ്ങളായിരുന്നു ആദ്യം പുറത്തു വന്നത്. അവർ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം വ്യക്തമായത്. അതിനുശേഷമാണ് ഒരുപക്ഷെ മറ്റെവിടേക്കെങ്കിലും പോയേക്കാം, അല്ലെങ്കിൽ കോഴിക്കോടേക്ക് പോയേക്കാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. തുടർന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ പോലീസ് തന്നെ പുറത്തുവിട്ടിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ പെൺകുട്ടികൾ അവിടുത്തെ ഒരു സലൂണിലെത്തി മുടി മുറിക്കുന്നു. അത് ഏതെങ്കിലും തരത്തിൽ വേഷപ്രസിദ്ധ ആവുന്നതിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉദ്ദേശം ഇവർക്കുണ്ടോ? ഈ എടവണ്ണ സ്വദേശിയുമായി ഈ പെൺകുട്ടികളിൽ ഒരാളുമായി അടുത്ത സുഹൃത്താണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ 3 പേരും മുംബൈയിൽ എത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസിന് ഇതുവരെയും അവർ എവിടെയാണ് കൃത്യമായിട്ടുള്ളത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. താനൂർ നിറമരുതൂർ മംഗലത്ത് അബ്ദുൾ നസീറിന്റെ മകൾ ഫാത്തിമ ഷഹദ, താനൂർ മഠത്തിൽ റോഡ് സ്വദേശി പ്രകാശിന്റെ മകൾ അശ്വതി, 2 പേരും 16 വയസ്സ് മാത്രമുള്ള പെൺകുട്ടികളാണ്. അവരെയാണ് കാണാതെ ആയത്. ബുധനാഴ്ച പരീക്ഷ എഴുതാനായി സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് ഇരുവരും വീട്ടിൽ നിന്നിറങ്ങിയത്. അതിനുശേഷം ഇരുവരെയും കാണാതാവുകയായിരുന്നു. വലിയ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, എവിടേക്ക് പോയി എന്നതൊക്കെ ആശങ്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായ വാർത്തയാണ് വരുന്നത്. പെൺകുട്ടികൾ മുംബൈയിലുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. അവർ അവരുടെ ഇഷ്ടപ്രകാരം പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു എന്ന് വിവരമുണ്ട്. പക്ഷേ അതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ മുംബൈയിൽ എത്തിയതിനു ശേഷം പെൺകുട്ടികൾ മുടി മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവർ അവരുടെ ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇനി ഇവരെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കുക തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുകയായിരിക്കും. എന്തിന് പോയി, ആരുണ്ടായിരുന്നു, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, അതിന്റെയൊക്കെ അന്വേഷണം നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, പെൺകുട്ടികൾ സുരക്ഷിതരാണ്, അതൊരു വലിയ ആശ്വാസമാണ്. 2 കുടുംബങ്ങൾ, അവരെ പരിചയമുള്ള അധ്യാപകരായാലും സുഹൃത്തുക്കളായാലും ഒക്കെ ആശങ്കയിലായിരുന്നു. വാർത്ത കേട്ടപ്പോൾ മുതൽ നമുക്കും ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്തായാലും പെൺകുട്ടികൾ സുരക്ഷിതരാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ്? അവരുമായി കോൺടാക്ട് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ അവർ നൽകുന്നുണ്ടോ?
നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് അവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുംബൈയിലുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ എവിടെയാണുള്ളത്, അല്ലെങ്കിൽ ഈ സലൂണിൽ പോയി മുടി മുറിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വന്നത് അനുസരിച്ച് അതിന്റെ ഭാഗത്ത് ഏതെങ്കിലും പ്രദേശത്ത് ഏതെങ്കിലും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് താമസിക്കുന്നുണ്ടോ, അവിടെയാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾ അവിടെയുണ്ടോ? അതായത് ഈ എടവണ്ണ സ്വദേശി ഇതിനു മുമ്പ് മഹാരാഷ്ട്രയിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഈ മഞ്ചേരിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ഈ യുവാവ് ജോലി ചെയ്യുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ കോൾ വന്നത്, ഈ പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് വന്ന ഒരേ ഫോണിൽ നിന്നുള്ള കോൾ ലൊക്കേറ്റ് ചെയ്തപ്പോൾ അത് മഹാരാഷ്ട്രയിലാണ്. അത് ഈ യുവാവിന്റെ ഏതെങ്കിലും സുഹൃത്താണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും നിലവിൽ കുട്ടികൾ മുംബൈയിലുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിനൊഴികെ മറ്റെവിടെയാണ് അവരുള്ളത്, അവർ കൃത്യമായി എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഒരു വിശദാംശങ്ങൾ പോലീസിന് ഒരുപക്ഷെ ലഭ്യമായിട്ടുണ്ടാകാം. ഇതിന്റെ ഇവരെ നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഇത്രയും ഒരു സീക്രസി അതിന് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇപ്പോൾ അവർ നൽകുന്ന വിവരം അനുസരിച്ച് അവർ മുംബൈയിലുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊരു വിവരം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും മിഥുൻ, ഇവർ മുംബൈയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിന്റെ ഭാഗമായി യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് സാധ്യമായ അന്വേഷണം ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ആ യുവാവിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. അവരുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കി. അപ്പോൾ അവരാണ് യുവാവ് മുംബൈയിലാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ പെൺകുട്ടികളും യുവാവും തമ്മിൽ എന്തെങ്കിലും പരിചയമുള്ളതാണോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഒരുമിച്ച് യാത്ര പോയതാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? അതിലാണ് ഒരു വ്യക്തത വരേണ്ടത് രേണുക. അതായത് ഇപ്പോൾ പോലീസ് പറയുന്ന അനുസരിച്ച് ഇവർ 3 പേരും ഒരുമിച്ചാണ് തിരൂരിൽ നിന്ന് മുംബൈയിലേക്ക് പോയിട്ടുള്ളത്. പക്ഷേ അതിൽ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോൺ കോൾ വന്നത് ആരുടെ ഫോണിൽ നിന്നാണ്. ഒപ്പം തന്നെ വീട്ടുകാർ പറയുന്നു മഹാരാഷ്ട്രയിലാണ്, മുംബൈയിലാണ് തന്റെ മകനുണ്ടായത്, കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ പോയതാണ് എന്ന് മാതാപിതാക്കളും അവർ പറയുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ആരായിരിക്കും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. അതാണ് പോലീസിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാക്കുന്നത്. മറ്റാരെങ്കിലും സഹായം ഇവരെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് മോട്ടീവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചത്, അവരുടെ മുടി മുറിക്കാൻ അടക്കമുള്ള തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയും ചെയ്യുന്നുണ്ട്. കൂടാതെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്ക് ഈ പരീക്ഷാ പേടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് അങ്ങനെ ഒരു സംഭവമില്ല. പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ പക്ഷേ സ്കൂളിലെത്തിയില്ല. അതിനനുസരിച്ചാണ് പിന്നീട് ഈ ഒരു വിവരം പോലീസിനെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ അശ്വതിയും ഒപ്പം തന്നെ ഫാത്തിമയും ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പോയതെന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നത്. തുടർന്നാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കുട്ടികൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് ഇവർ പോയിട്ടുണ്ടാകാം. ആ സമയത്ത് പക്ഷേ മറ്റാരും ആ ദൃശ്യങ്ങളിലില്ല. ആ പെൺകുട്ടികൾ മാത്രമാണുള്ളത്. മറ്റൊരു യുവാവ് കടന്നു വരുന്നുവെങ്കിൽ പോലും തന്നെ അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നാണ് ഈ ഫോൺ കോൾ വന്നത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. ആ ഫോൺ കോളിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ സഹായം ലഭിച്ചിട്ടുണ്ടോ, മുംബൈയിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇവർക്കൊപ്പം ട്രെയിനിൽ പോയത് ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്തായാലും നിലവിൽ അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട താനൂർ SHO വ്യക്തമാക്കിയതനുസരിച്ച് ഉടൻ തന്നെ അന്വേഷണ സംഘം മുംബൈയിലേക്ക് തിരിക്കും. ഈ സലൂൺ കേന്ദ്രീകരിച്ച് ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. അവിടെ നിന്ന് ലഭ്യമാകുന്ന, അല്ലെങ്കിൽ മുംബൈ പോലീസുമായി ഇവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടികളെ അടുക്കയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ചില സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്, നയപരമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതടക്കമുള്ള നടപടിക്രമങ്ങൾ പോലീസിന് ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കുട്ടികൾ സുരക്ഷിതരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നില്ല എങ്കിൽ പോലും തന്നെ അവരെ കണ്ടെത്താനായിട്ടുണ്ട്, മുംബൈയിലുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. തീർച്ചയായും ഇനി മുംബൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നത് അന്വേഷണ സംഘം ഇതിനോടകം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ മുംബൈയിലേക്ക് അന്വേഷണ സംഘം പുറപ്പെടുന്നു എന്നറിയുന്നു. അതിനോടൊപ്പം തന്നെ മുംബൈ പോലീസുമായി കേന്ദ്രീകരിച്ച് അവരുടെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ ഇപ്പോൾ തന്നെ സാധ്യമാകുന്നതിനുള്ള നീക്കവും നടത്തുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ഏറ്റവും പുതിയതായി ഈ സലൂണിൽ നിന്നുള്ള ആ സലൂണിന്റെ ഉടമയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ, അതായത് ഈ വാർത്താ മാധ്യമങ്ങളിൽ കണ്ട് ഈ 2 പെൺകുട്ടികളെ കാണാതായി എന്നുള്ള വിവരം ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ടാണ് ഈ സലൂൺ ഉടമ ഇവരെ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് മുംബൈ പോലീസിനെ ഈ വിവരം അറിയിക്കുകയും ഈ ദൃശ്യങ്ങൾ കൈമാറുകയും ചെയ്തതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ആ സലൂൺ ഉടമയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരുമായി പോലീസ് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സാധിക്കുന്നത്. അതിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഉടൻ തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്താൻ സാധിക്കും, ഈ 2 പെൺകുട്ടികളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ മുംബൈയിലേക്ക് പുറപ്പെടും. കുട്ടികളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് എന്നാണ് അറിയുന്നത്.
എന്തായാലും ഈ കാണാതായ കുട്ടികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായക വിവരങ്ങളാണ് വരുന്നത്. അവർ മുംബൈയിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. അവരെ ഇനി കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. മുംബൈയിലുണ്ട് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും ഈ പെൺകുട്ടികളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി പോലീസ് പറയുന്നു. ഒരുപക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടായിരിക്കാം അന്വേഷണ സംഘങ്ങൾ പുറത്തേക്ക് വിവരങ്ങൾ വിടുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പെൺകുട്ടികൾ അവിടെ എത്തിയതിനു ശേഷം ഒരു സലൂണിൽ കയറി മുടി മുറിച്ചിരുന്നു. അവിടെ അവർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പെൺകുട്ടികളെ കാണാതായി എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഈ സലൂണിന്റെ ഉടമകളാണ് പോലീസിനെ ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പെൺകുട്ടികളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതിന് മുംബൈ പോലീസിന്റെ സഹായം കൂടി തേടുന്നു. അന്വേഷണ സംഘം താനൂരിൽ നിന്ന് ഉടൻ തന്നെ മുംബൈയിലേക്ക് തിരിക്കും. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഒരു യുവാവിന്റെ സഹായത്തോടെയാണ് പെൺകുട്ടികൾ ഇവിടെ നിന്ന് മുംബൈയിൽ എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. താനൂർ സ്വദേശിയായ എടവണ്ണ സ്വദേശിയായ ഈ യുവാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇയാൾ മുംബൈയിലേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടികൾ പൂനെയിൽ എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്.